നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കളിവള്ളങ്ങളും വള്ളംകളിയും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മാത്യു തോമസ് ഊരാമേലിൽ കല്ലൂരയ്ക്കൽ. ഇന്ന് ഞാൻ എൻ്റെ ചാനലിൽ കൂടി സംസാരിക്കാനായി പോകുന്നത് കളിവള്ളങ്ങളുമായി ബന്ധപ്പെട്ട തറ മുറുക്കുക എന്ന ആശയത്തെക്കുറിച്ചാണ്. പലതരത്തിലുള്ള തറ എന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നാം ഭൂമിയുടെ പ്രതലത്തിൽ ചവിട്ടി നിൽക്കുന്നതിനെ നമ്മൾ ഭൂമിയുടെ പ്രതലം അല്ലെങ്കിൽ ഭൂമിയുടെ തറ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ നാം നമ്മുടെ വീട്ടിൽ ചവിട്ടി നിൽക്കുന്ന തറ പല രീതിയിലുള്ള തറകളുണ്ട്. അതായത് കോൺക്രീറ്റ് തറ, സിമന്റ് തറ, ടൈൽസ് ഇട്ട തറ, മാർബിൾ തറ, അങ്ങനെ ധാരാളം തറകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കളിവള്ളങ്ങളുമായി ബന്ധപ്പെട്ട തറ എന്ന് പറഞ്ഞാൽ ഒരു ആണി ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. അതായത് സാധാരണയായി നമ്മുടെ ചുണ്ടൻ വള്ളങ്ങൾ, മറ്റ് കളിവള്ളങ്ങൾ മരപ്പലകകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ആഞ്ഞിലിയുടെ പലകയാണ് സാധാരണ കളിവള്ളങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത്. ഈ ആഞ്ഞിലി പലക, ചുണ്ടൻ വള്ളത്തിന്റെ കാര്യം തന്നെ നമ്മൾക്ക് എടുക്കാം. ആഞ്ഞിലി പലകകൾ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിൽ മെഴുകു രൂപത്തിലെ ചെഞ്ചല്യം എന്ന പശയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഈ പശയ്ക്ക് പുറമെ പലകകൾ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി തറയാണികൾ ഉപയോഗിക്കുന്നു. എൻ്റെ ഒരു മുൻ വീഡിയോയിൽ, അതായത് കളപ്പലക എന്നുള്ള വീഡിയോയിൽ, ഞാൻ ഈ സവിശേഷാൽ ആണികളുടെ നിർമ്മാണത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു. അതായത് ചുണ്ടൻവള്ളങ്ങളുടെ പലകകൾ പല സ്ഥലങ്ങളിൽ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി പല ആകൃതിയിലും വലിപ്പത്തിലുള്ള ആണികൾ ആവശ്യമാണ്. ആ ചുണ്ടൻവള്ളം പണി സംഘത്തിലെ ആശാരിമാരിൽ ഇരുമ്പിന്റെ പണികൾ ചെയ്യുന്നതിൽ പ്രാവീണ്യം നേടിയ കൊല്ലന്മാർ കാണും. അവരും ആശാരിമാർ തന്നെയാണ് സാധാരണ. അവരാണ് സാധാരണ ഈ കളിവള്ളങ്ങൾ അല്ലെങ്കിൽ ചുണ്ടൻവള്ളങ്ങളുടെ പലക കൂട്ടിയോജിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പല വലിപ്പത്തിലുള്ള ആണികൾ ആ വള്ളപ്പുരയിൽ അല്ലെങ്കിൽ മാലിപ്പുരയിൽ വെച്ച് തന്നെ നിർമ്മിക്കുന്നത്. വള്ളം പണി നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് സാധാരണയായി അത് അടിച്ചു വരുത്തുകയും രൂപമാറ്റം വരുത്തുകയും ആണികൾ അതിൻ്റെതായ ഷേപ്പിൽ നിർമ്മിക്കുകയും ചെയ്യുന്നത്. ഈ ചെഞ്ചല്യം എന്ന പശ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ തറയാണികൾ ചേർത്താണ് വള്ളത്തിന്റെ പലക വേണ്ട രീതിയിൽ ബലത്തിൽ മുറുക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ചുണ്ടൻ വള്ളങ്ങൾ സാധാരണയായി 100 അടിയിൽ കൂടുതൽ നീളമുള്ളതും ഏകദേശം 100ഓളം തുഴച്ചിൽക്കാർ കായലിൽ ഇരുന്ന് തുഴയാൻ ഉപയോഗിക്കുന്നതുമായ ഒരു ജലയാനം അല്ലെങ്കിൽ വുഡൻ ബോട്ടാണ്. കായലിൽ അങ്ങനെ തുഴയുന്നതിനെ നമ്മൾ കുത്തിവലിക്കുക, വെള്ളത്തിൽ കുത്തിവലിക്കുക എന്നാണ് സാധാരണയായി കുട്ടനാടൻ ശൈലിയിൽ പറയാറുള്ളത്. അതായത് 100ഓളം പേർ കായലിൽ ചുണ്ടൻ വള്ളം കുത്തിവലിക്കുമ്പോൾ അതിൻ്റെ പലക അല്ലെങ്കിൽ പലകകൾ തമ്മിൽ ചേർക്കുന്നതിന് നല്ല ബലം ആവശ്യമാണ്. അതിന് ഉപയോഗിക്കുന്ന സവിശേഷാൽ ആണികളെ വിളിക്കുന്ന പേരാണ് തറയാണികൾ. അതായത് ചുണ്ടൻവള്ളം അല്ലെങ്കിൽ മറ്റു കളിവള്ളങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് ചുണ്ടൻവള്ളങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. ഈ പലകകൾ ചെഞ്ചല്യം എന്ന പശ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചതിന് ശേഷം അതുപോലെ തന്നെ ഈ തറയാണികൾ ഉപയോഗിച്ച് ഈ മരപ്പലകൾ തമ്മിൽ അടിച്ചു ചേർത്ത് മുറുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് തറ മുറുക്കുക എന്ന് പറയുന്നത്. അതായത് ഈ ആണികൾ സാധാരണയായി തറ മുറുക്കുന്നത് മണ്ണെണ്ണയിൽ മുക്കി അല്ലെങ്കിൽ കെറോസിനിൽ മുക്കിയതിനു ശേഷമാണ് തറ മുറുക്കുന്നത്. അത് ഈ ആണികൾ, നിങ്ങൾക്കറിയാം, ഈ വള്ളം പണിഞ്ഞതിനു ശേഷം കായലിൽ അല്ലെങ്കിൽ ആറ്റിലെ ജലോത്സവ മത്സരങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ജലവുമായി നല്ല സ്പർശനം ഏൽക്കുന്നതിനാൽ ഈ ആണി തുരുമ്പിക്കുകയും അതോടൊപ്പം പലകകൾ വിട്ടുപോവുകയും ചെയ്യും. അത് ഒഴിവാക്കാനാണ് ഈ ആണികൾ മണ്ണെണ്ണയിൽ മുക്കിയിട്ട്, തറയാണികൾ മണ്ണെണ്ണയിൽ മുക്കിയിട്ട് പലകകൾ ചേർത്ത് അടിച്ചു മുറുക്കുന്നത്. അതോടൊപ്പം ഈ ആണികൾ മണ്ണെണ്ണയിൽ മുക്കിയെങ്കിൽ പോലും ആണികൾ അടിച്ചു കയറ്റിയ ദാരത്തിൽ കൂടി വെള്ളം കയറി മണ്ണെണ്ണയുടെ പ്രസൻസ് മാറുകയും ഈ ആണി തുരുമ്പടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി പണ്ട് കാലങ്ങൾ മുതൽ കളിവള്ളങ്ങളുടെ നിർമ്മാണത്തിന് ആ തറയാണി അടിച്ചു കയറ്റിയ ഓട്ട അല്ലെങ്കിൽ ദ്വാരം മെഴുക് ഉപയോഗിച്ച് അടയ്ക്കും. അതാണ് ശാസ്ത്രീയമായ രീതി. മെഴുക് ഉപയോഗിച്ച് അടയ്ക്കുന്നതിനാൽ പിന്നീട് ജലസ്പർശനം തറയാണിയിൽ ഏൽക്കത്തില്ല. അതിന്റെ ഫലമായി ആ തറയാണിയെ തുരുമ്പടിക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് തടയാനായി സാധിക്കും. അതാണ് തറ മുറുക്കുന്നതിന്റെ ശാസ്ത്രീയമായ രീതി. അതോടൊപ്പം ഈ തറ മുറുക്കുന്നതിന് ആശാരിമാരുടെ കയ്യിൽ സവിശേഷാൽ വലിപ്പത്തിലുള്ള ചുറ്റിക ഉണ്ട്. അവർ ആ ചുറ്റിക ഉപയോഗിച്ച് മാലിപ്പുരയിൽ സവിശേഷാൽ താളമേളത്തിലാണ് ആ തറ അടിച്ചു മുറുക്കുന്നത്. നമ്മൾക്കറിയാം, ചില വള്ളപ്പുരകൾക്ക് സമീപമായി മനുഷ്യവാസം കൂടിയ സ്ഥലങ്ങളുണ്ട്, അവിടെ ധാരാളം വീടുകളുണ്ട്. ഈ വള്ളപ്പണിയിൽ തറ മുറുക്കുമ്പോൾ ശബ്ദ മലിനീകരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സവിശേഷമായ താളമേളത്തിൽ ടക് 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 അങ്ങനെ ഒരു പ്രത്യേക താളത്തിലാണ് അവർ സാധാരണയായി തറ മുറുക്കുന്നത്. ഒരു സംഗീതം പോലെ നമ്മൾക്ക് തോന്നും. മാലിപ്പുരയിൽ തറ മുറുക്കുമ്പോൾ നാം അവിടെ ചെന്നാൽ ഒരു സംഗീതം കേൾക്കുന്ന പോലെയാണ് നമ്മൾക്ക് തോന്നുക. വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള, ചെണ്ട പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു വാദ്യമേളം പോലെ നമ്മൾക്ക് അനുഭവപ്പെടും. മെഴുക് ഉപയോഗിക്കുന്നതിന്റെ പിന്നിലെ
രഹസ്യം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന നിലയ്ക്ക് ഞാൻ വിശദീകരിക്കാം. അതായത് നമ്മൾക്കറിയാം, ചെറുപ്പകാലങ്ങൾ മുതൽ നമ്മൾ രസതന്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ തുരുമ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ആണ്. അതിന്റെ കെമിക്കൽ ഫോർമുല Fe2O3 സ്മോൾ NH2O. അതായത് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പും വെള്ളവും അതുപോലെ ഓക്സിജനോട് ചേർന്ന ഒരു സംഭവമാണ് നമ്മളെ തുരുമ്പ്. ഈ തുരുമ്പ് കാരണമാണ് ഈ തറയാണി തുരുമ്പടിച്ച് നശിച്ചു പോകുന്നത്. അതായത് ഈ ഇരുമ്പിനെ വെള്ളത്തിൽ നിന്നും ഓക്സിജനിൽ നിന്നുമുള്ള സ്പർശനം ഒഴിവാക്കാനാണ് നമ്മുടെ ഈ മെഴുക് സഹായിക്കുന്നത്. അതായത് മെഴുക് വെച്ച് അടച്ചു കഴിയുമ്പോൾ വെള്ളവും ഓക്സിജനുമായി ആ തറയാണി സ്പർശനമില്ലാതെ ആകും. അതിന്റെ ഫലമായി തറയാണി തുരുമ്പടിക്കാതെ രക്ഷപ്പെടും. അതാണ് ഈ മെഴുക് വെച്ച് നമ്മുടെ തറയാണി അടിക്കുന്ന ദ്വാരം അടയ്ക്കുന്നതിന്റെ പിന്നിലെ തത്വം. അതോടൊപ്പം ഒരു സംശയം തോന്നാം, ഈ വള്ളങ്ങളിൽ തറയാണി ഉപയോഗിക്കാതെ കയറിട്ട് കെട്ടാമോ എന്ന്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ടുകാലം മുതൽ കുട്ടനാട്ടിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും കെട്ടുവള്ളങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് പണ്ട് പുഴകളിൽ നിന്ന് മണൽ വാരാൻ, ചെളി കോരാൻ ഒക്കെ കെട്ടുവള്ളങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതെല്ലാം കയറിട്ട് കെട്ടിയ വള്ളങ്ങളായിരുന്നു. അതായത് പലകകൾക്ക് ദ്വാരമുണ്ടാക്കി അതിൽ കൂടെ കയറിട്ട് കെട്ടി, അതായത് സാധാരണയായി ചകിരിനാരിൽ നിന്നുള്ള കയറിട്ടാണ് കിട്ടുന്നത്. അതിനുശേഷം അങ്ങനെ ഉണ്ടാക്കുന്ന വള്ളങ്ങളെ വിളിക്കുന്ന പേരാണ് കെട്ടുവള്ളങ്ങൾ. പക്ഷേ കളിവള്ളങ്ങളിൽ കയറിട്ട് കിട്ടുന്ന വള്ളങ്ങൾ ഒരു ചെറിയ വിഭാഗത്തിൽ മാത്രമാണ്. അങ്ങനെയുള്ള കയറിട്ട് കിട്ടുന്ന വള്ളങ്ങളെ വിളിക്കുന്ന പേരാണ് തെക്കനോടി വള്ളങ്ങളിലെ ഒരു വിഭാഗം. അതായത് തെക്കനോടി വള്ളങ്ങളിൽ 2 തരം വിഭാഗമുണ്ട്. അതായത് ഈ തെക്കനോടി വള്ളങ്ങൾ വളരെ കുറച്ച് തുഴച്ചിൽക്കാർ കയറുന്ന ഒരു കളിവള്ളത്തിലെ ഒരു വിഭാഗമാണ്. അതായത് തെക്കനോടി തറവള്ളത്തിൽ നമ്മുടെ ഈ ആണി ഉപയോഗിച്ച് തന്നെയാണ് അതിന്റെ പലകകൾ മുറുക്കുന്നത്. തെക്കനോടി കെട്ടുവള്ളം എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. അതിനകത്ത് മാത്രമാണ് ഈ കയർ ഉപയോഗിച്ച് മരപ്പലകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത്. പിന്നെ വേറൊരു സംശയം തോന്നാം, കയർ ഉപയോഗിച്ച് ചുണ്ടൻവള്ളം നിർമ്മിച്ചുകൂടെ? കയർ ഉപയോഗിച്ച് പലകകൾ കെട്ടി ചുണ്ടൻവള്ളം നിർമ്മിച്ചുകൂടെ? അല്ലെങ്കിൽ മറ്റു വലിയ വെളുപ്പുവള്ളം തുടങ്ങിയ കളിവള്ളങ്ങൾ നിർമ്മിച്ചുകൂടെ? അത് സാധാരണയായി ചെയ്യാറില്ല. അതിന് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 100-ൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ 100ഓളം ആൾക്കാർ കായലിൽ കുത്തിവലിക്കുന്ന വലിയ കളിവള്ളമാണ് ചുണ്ടൻവള്ളം. വെപ്പുവള്ളവും 60ഓളം ആൾക്കാർ ചില വെപ്പുവള്ളങ്ങൾ തുഴയുന്നു. ഇത്രയും തുഴച്ചിൽക്കാർ, കായിക താരങ്ങൾ കായലിൽ കുത്തി വലിക്കുമ്പോൾ പലകകൾ ചേർത്തിരിക്കുന്ന കയർ പൊട്ടിപ്പോവുകയും ആ വള്ളം നശിക്കുകയും ചെയ്യുന്നതിന് കാരണമായി തീരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കയർ ഒഴിവാക്കി തറയാണി ഉപയോഗിച്ച് വള്ളങ്ങൾ അടിച്ചു മുറുക്കുന്നത് അല്ലെങ്കിൽ പലകകൾ അടിച്ചു മുറുക്കുന്നത്. അതോടൊപ്പം ഈ ഇരുമ്പ് തറയാണിക്ക് പുറമെ പണ്ട് കാലങ്ങളിൽ ചില ചെറുവള്ളങ്ങൾ നിർമ്മിക്കാൻ ചെമ്പ് തറയാണികൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ചെമ്പ് തറയാണികൾ വ്യാപകമായി ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം ഈ ചെമ്പ് തറയാണികൾ സാധാരണയായി ഒരു പ്രാവശ്യം അല്ലെങ്കിൽ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ അയഞ്ഞു പോകുന്നതായി കാണുന്നു. അതിനാൽ കൂടുതലായി പിടുത്തം കൂടിയ ആണി ഇരുമ്പ് തറയാണികളാണ്. അതായത് മുറുക്കം കൂടുതൽ തറയ്ക്ക് ഇരുമ്പ് തറയാണിക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ ചെമ്പ് തറയാണികൾ ചെറു കളിവള്ളങ്ങൾക്ക് പോലും വ്യാപകമായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. പകരം ഇരുമ്പ് തറയാണികളാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഈ തറയാണികൾ ഉപയോഗിച്ച് ചുണ്ടൻവള്ളം നിർമ്മിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനം കൂടിയുണ്ട്. അതായത് ഈ ഒരു ചുണ്ടൻവള്ളം പണിഞ്ഞൊരു 5-6 വർഷം കഴിയുമ്പം അതിന്റെ ഒരു പലക ദ്രവിച്ചു വന്നിരിക്കട്ടെ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അത് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ ചെയ്യാൻ ഈ തറയാണി കാരണം സാധിക്കും. അതായത് ആ പലക ദ്രവിച്ച ഭാഗത്തെ തറ ആണി മെഴുക് ചുരണ്ടിക്കളഞ്ഞേച്ച് ഊരിയെടുക്കുക, പലക മാറ്റുക, പുതിയ പലക ഇൻസേർട്ട് ചെയ്യുക, തറ മുറുക്കുക, ആ സ്ഥലം മെഴുക് വെച്ച് വീണ്ടും അടയ്ക്കുക. വളരെ എളുപ്പത്തിൽ ആ വള്ളത്തിന് അറ്റകുറ്റപ്പണി നടത്താൻ നമ്മൾക്ക് സാധിക്കും. അതോടൊപ്പം തറ മുറുക്കൽ വള്ളം നിർമ്മിക്കുന്ന ആദ്യകാലത്ത് മാത്രമല്ല, ഇടയ്ക്കൊക്കെ ചുണ്ടൻവള്ളത്തിനും മറ്റു കളിവള്ളങ്ങൾക്കും നടത്തേണ്ടതായി വരും. നിങ്ങൾക്കറിയാം, ചുണ്ടൻവള്ളമാണെങ്കിൽ 100ഓളം ആൾക്കാർ ചേർന്ന് കായലിൽ കുത്തിവലിച്ച് കഴിയുമ്പം, അതായത് 5-6 തവണ മത്സരത്തിൽ പങ്കെടുത്ത് കഴിയുമ്പം, ഒരു സീസണിലെ മത്സരം അല്ലെങ്കിൽ 2 സീസണിലെ മത്സരം കഴിയുമ്പം വള്ളങ്ങളുടെ ഈ തറ അയയും. ആ സമയത്ത് നമ്മുടെ വള്ളംപണി ആദ്യം നടത്തിയ ആശാരിമാരോ മറ്റ് തറയടിയിൽ വിദഗ്ധരായ ആൾക്കാരെയോ വീണ്ടും നമ്മുടെ മാലിപ്പുരയിലേക്ക് നമ്മുടെ വള്ളസമിതി തിരിച്ചു വിളിക്കും. അവർ തിരിച്ചു വന്ന് ആ തറയാണി വെച്ച് അടച്ചിരിക്കുന്ന മെഴുക് ചുരണ്ടിക്കളയുകയും തറയാണി വീണ്ടും അടിച്ചു മുറുക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടും ആ വള്ളത്തിനെ കായലിൽ കുത്തിവലിക്കുന്നതിന് അല്ലെങ്കിൽ ആറ്റിലെ ജലോത്സവങ്ങളിൽ കുത്തിവലിക്കുന്നതിന് അവനെ പ്രാപ്തനാക്കി മാറ്റും. ഇതാണ് തറ മുറുക്കുക എന്ന കുട്ടനാടൻ വള്ളംകളിയിലെ അല്ലെങ്കിൽ വള്ളം പണിയിലെ ശാസ്ത്രീയമായ രീതി.
നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മൾക്ക് ഏവർക്കും വള്ളംകളി വിശേഷങ്ങളുമായി നമ്മുടെ ചാനലിൽ കൂടി വീണ്ടും കാണാം. നന്ദി.